നമസ്കാരം. നിമിഷപ്രിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റും, ജീവനോടെ ഇനി വരാൻ പറ്റും എന്തെങ്കിലും പ്രതീക്ഷ നിൽക്കണ്ടോ? ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ല. 1% പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിമിഷപ്രിയ അവിടെ തൂക്കിലേറ്റപ്പെടുകയില്ല, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടില്ല എന്ന്. കുറച്ചു കാലം മുമ്പ് വരെ, അതായത് കുറച്ച് ദിവസം മുമ്പ്, കാന്തപുരം ക്രെഡിറ്റ് എടുക്കുകയോ കാന്തപുരം ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ രക്ഷകർത്താക്കൾക്ക് ഇടപെട്ടിട്ടോ ആരോ ആയിക്കോട്ടെ, നിമിഷപ്രിയെ രക്ഷിക്കാൻ വേണ്ടി ആരിടപെട്ടായാലും ഒരു കുറച്ച് ദിവസം മുമ്പ് വരെ, 2-3 ദിവസം മുമ്പ് വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു 15-ാം തീയതിയൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു. അധികം വൈകാതെ തന്നെ നിമിഷപ്രിയ മോചിപ്പിക്കപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരും, അവളുടെ മകളോടൊപ്പം ചേരും എന്നൊക്കെ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല നിമിഷപ്രിയ വരും എന്നുള്ളത്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പിന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇവിടെ ചില രക്ഷകരായി വർഷങ്ങളായിട്ടുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. അവർ നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ്. കാരണം അതിൽ 1-2 ആൾക്കാരായിരുന്നു അതിൻ്റെ മുതിയറന്മാരായിട്ട് അത് ചെയ്യാനായിട്ട് നേതൃത്വം ഏറ്റെടുത്ത് നടന്നിരുന്നത്. മറ്റുള്ളവർ, കൂടെയുള്ളവർ അവരത് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിച്ച്, അവരുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ പണം കൊടുത്തതും നിമിഷപ്രിയയുടെ വീടൊക്കെ വിറ്റ പൈസ എടുത്ത് ചെലവഴിച്ചതും ഒക്കെ. അവസാനം $40,000 നമ്മുടെ എംബസി മുഖാന്തരം കൊടുത്തിട്ടുള്ള പൈസയും. തലാലിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തലാലിന്റെ ഭാഗത്തേക്കൊന്നും ആരും എത്തിയിട്ടില്ല. പിന്നീട് ഇനി കാന്തപുരം പറഞ്ഞിട്ടാണോ, ഇനി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണോ, ഇനി വേറെ ഏതെങ്കിലും വ്യവസായികളോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണോ, എന്തായാലും തലാലിന്റെ കുടുംബം ഒരു അഭ്യർത്ഥന കോടതിയിലേക്ക് കൊടുത്തു, കുറച്ച് കഴിയട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യും എന്ന്. കാരണം അവർ അഭ്യർത്ഥന കൊടുക്കാതെ കോടതി മാറ്റിയേക്കില്ല. നിമിഷപ്രിയയ്ക്ക് അവിടെ ശരിയായ ഒരു വിചാരണ ലഭിച്ചോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒന്നറിയാത്ത ഭാഷയാണ്, പിന്നെ ഹൂത്തികളുടെ ഒരു വിഭാഗമാണ്, അറിയാലോ, ഔദ്യോഗിക വിഭാഗമൊന്നും അല്ല. അവിടെയുള്ള ആ ഹൂത്തികളുടെ ഒരാളെ കൊന്നിട്ട് അല്ലെങ്കിൽ കൊന്നു എന്ന് ആരോപിക്കപ്പെട്ടിട്ട് മര്യാദയ്ക്ക് ഒരു വിചാരണ കൊടുക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണ് ഒരു കാടൻ സ്വഭാവം, അങ്ങനെയാണ് അവരുടെ ശിക്ഷാരീതികളും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു വിചാരണ നടന്നിട്ടുള്ള സാധ്യതയില്ല. നിമിഷപ്രിയ അല്ല തലാലിനെ കൊന്നതെങ്കിലും കഷ്ണങ്ങളാക്കിയതെങ്കിലും അതൊന്നും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമെന്നുള്ള പ്രതീക്ഷയുമില്ല. ഇനി ഒരു പുനർവിചാരണ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. നിയതമായൊരു ഭരണകൂടം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും പുനർവിചാരണ നടത്തണമെന്നൊക്കെ. ഇത് അന്തിമ വിധി വന്നു കഴിഞ്ഞു, തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. തീയതിയാണ് ഇപ്പോൾ മാറ്റിവെക്കപ്പെട്ടത്, വധശിക്ഷ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഏതായാലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കൃത്യമായ ഒരു വിചാരണ നടന്നിട്ടില്ല. നിമിഷപ്രിയയുടെ ഈ തലാലിന്റെ കൊലപാതകം ശരിക്ക് അന്വേഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നുള്ളത്. നിമിഷപ്രിയ കൊന്നിട്ടില്ലെന്നോ ആക്കിയിട്ടില്ല എന്നോ പറയാനും എനിക്ക് കഴിയില്ല. കാരണം മീഡിയകളും മറ്റുള്ളവരും പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ നമുക്ക്, അല്ലാതെ മറ്ററിവുകളൊന്നുമില്ല. 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് ഹനാനാണ് കഷ്ണങ്ങളാക്കിയതെന്ന് പറയുന്നുണ്ട്, നിമിഷപ്രിയ മരുന്ന് കുത്തിവെച്ചെന്ന് പറയുന്നുള്ളൂ. എന്തായാലും അവിടുത്തെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തീയതി നിശ്ചയിക്കപ്പെട്ട ആൾ തന്നെയാണ് നിമിഷപ്രിയ. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ നാട്ടിൽ ഒരു വലിയൊരു ബഹളം നടക്കും. നമ്മളിവിടെ നടക്കുന്നത് ഇവിടത്തെ പോലെയൊന്നുമല്ല, ഇവിടെ ചേരി തിരിഞ്ഞുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ നിമിഷപ്രിയയെ രക്ഷിക്കാനെന്ന് വ്യാജേന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് ഇപ്പം നിമിഷപ്രിയ ശിക്ഷിക്കപ്പെടണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. കാരണം ക്രെഡിറ്റ് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇതിനിടയിൽ കാന്തപുരം അവരുടേതായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി. അതെന്തോ അവിടുത്തെ സൂഫി സന്യാസിമാരെ ഇനി വില ഇളക്കണ്ട, അവരെ മോശമാക്കണ്ടെന്ന് കരുതിയിട്ടാണോ എന്തോ ഇപ്പോൾ കാന്തപുരം ആ വഴിക്കേ പോയിട്ടില്ല എന്ന നിലയിലേക്കുള്ള വാർത്തകളും വരുന്നുണ്ട്. നല്ലത്, ആരും ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണ്ടല്ലോ, അത് നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. ഏതായാലും തലാലിന്റെ കുടുംബം ചർച്ചയ്ക്കിരുന്നു, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവർ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ചർച്ചയ്ക്കിരുന്നു. അതുവരെ കൊണ്ടെത്തിക്കാൻ നമ്മൾ മലയാളികൾക്ക് സാധിച്ചു. അതുവരെ മാത്രമേ പ്രതീക്ഷയും ഉണ്ടായിരുന്നുള്ളൂ. തലാലിന്റെ കുടുംബം 1ാം ഘട്ട ചർച്ചയ്ക്ക് ഇരുന്നു എന്നുള്ളത്. അത് കാന്തപുരം പറഞ്ഞിട്ടായാലും നരേന്ദ്രമോദി പറഞ്ഞിട്ടായാലും വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായാലും വ്യവസായ പ്രമുഖർ പറഞ്ഞിട്ടായാലും ആര് പറഞ്ഞിട്ടായാലും അല്ലെങ്കിൽ ആരുടെ അപേക്ഷ പ്രകാരമായാലും അവർ ഇരുന്നല്ലോ. ആരൊക്കെയോ കൂടി ഒരുമിച്ചിരുന്നവർ സംസാരിച്ചു. പിന്നീട് ആണ് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നത്. അതിന് കാരണം നമ്മൾ മലയാളികൾ തന്നെയാണ്. ഇവിടെ വിവരം വെള്ളിയാഴ്ചയില്ലാത്ത ഒരു സമൂഹമായി മാറിപ്പോയി. നമ്മൾ കരുതും ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും ഉയർന്ന നാടാണെന്നൊക്കെ. ആ ധാരണയൊക്കെ തെറ്റാണ്.
ഇവിടെ കുറെ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വിവരം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. സത്യത്തിൽ മറ്റു രാജ്യങ്ങളൊന്നും അങ്ങനെയല്ല. അവരൊക്കെ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരു രാജ്യത്തിന് ഒരു പൊതുവായിട്ടൊരു വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഒരുമിച്ച് നിൽക്കും. ഖത്തറിനെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ അറബി രാജ്യങ്ങളടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഖത്തറിനെ ഉപരോധിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒരു സാധനം അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ ഖത്തറിലെ ജനങ്ങൾ അവരെല്ലാം ഒന്നായിട്ട് എന്താ പറഞ്ഞത് ഖത്തറിന്റെ അമീറിനോട്? ഈ കാര്യത്തിൽ നമ്മുടെ അഭിമാനം ഒരുത്തൻ്റെയും കാൽ കീഴിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുത്തൻ്റെ മുന്നിൽ കഴുത്ത് കുനിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, എന്നാലും ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ ജനത ഒന്നായി പറഞ്ഞത് നമ്മൾ മുന്നിലുള്ളതാണ്. അധിക കാലം ആയിട്ടില്ല അത് സംഭവം നടന്നിട്ട്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കേവലം 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഈ കൊച്ചു കേരളത്തിൽ നിമിഷപ്രിയ എന്ന ഒരു പെൺകുട്ടിയിലെ ആ പെണ്ണിന്റെ ജീവിതം ജീവനോട് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു സാധ്യത വന്നപ്പോൾ അപ്പോഴെങ്കിലും ഇവിടുത്തെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്നെ ഒന്നൊരുമിച്ച് നിൽക്കാമായിരുന്നല്ലോ. നിമിഷപ്രിയ തെറ്റ് ചെയ്തില്ല എന്ന് ഇവിടെ ആരും പറയണില്ല. നിമിഷപ്രിയ രക്ഷിക്കാൻ നടക്കുന്നവർ പോലും പറയുന്നില്ല നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. കാര്യം നിമിഷപ്രിയ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നവുമല്ല ഇവിടെ. ശരീഅത്ത് നിയമപ്രകാരം ഒരു സാധ്യത കിടക്കുന്നുണ്ട്. അതായത് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ, കുറ്റം ചെയ്ത ആൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥിതി ഇസ്ലാമിക ഭരണ നിയമ സംവിധാനത്തിലുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമല്ലോ എന്നാണ് ഒന്ന് ശ്രമിക്കുന്നത്. ആര് തന്നെ ആയിക്കോട്ടെ, ക്രെഡിറ്റ് ഞാൻ പ്രത്യേകിച്ച് ആർക്കും കൊടുക്കുന്നില്ല, ആരും ആയിക്കോട്ടെ. അതുമാത്രമാണ് അവിടെ ശ്രമിക്കാനുള്ളത് ഉണ്ടായത്. എന്നാൽ അത് ശ്രമിച്ചെന്തായി? പിന്നെ ഇവിടെ നിന്ന് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകുന്ന, അവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള കമന്റുകളൊക്കെ എഴുതുന്നു, അല്ലെങ്കിൽ അവരെ ഉദ്ദീപിക്കുന്ന വിധത്തിലുള്ള കമന്റുകളൊക്കെ എഴുതുന്നു. ആ കുടുംബം മാത്രമല്ല ആ നാട്ടിലെ യുവാക്കളെ മുഴുവൻ അങ്ങോട്ട് ഇളക്കി വിടുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒന്ന്, കാന്തപുരം ഇടപെട്ടു എന്നുള്ളൊരു ശ്രുതി ഇവിടെ പരന്നു. 2, കാന്തപുരം ഇടപെട്ടത് നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ BJPക്കും ഒക്കെ ഒരു മോശമാണ്. കാരണം സർക്കാരിന് കഴിയാത്തത് കാന്തപുരത്തിന് കഴിഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുമെന്ന് മറ്റൊരു ഭാഗത്ത്, പ്രചരിപ്പിക്കുന്നവരൊരു ഭാഗത്ത്, രണ്ടുമുണ്ട്. പ്രചരിപ്പിക്കുമെന്ന് ഭയക്കുന്നവരുണ്ട്, പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ പിണറായി വിജയന് സാധിക്കാത്തതാണ്. പിണറായി മേലോട്ട് നോക്കി കുത്തിയിരിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. യൂസുഫ് അലി നോക്കിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അതിലൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആരാണ് അതിലേറ്റവും യുക്തമായത് അവർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പിന്തുണ കൊടുക്കുക. ഇതാണ് നല്ലത്. യമനിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നരേന്ദ്രമോദിക്ക് ഒരു ചെയ്യാൻ പറ്റും വ്യക്തി എന്ന നിലയിൽ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും സൂഫി സന്യാസികളുമായിട്ടോ മറ്റു ഭരണകർത്താക്കളുമായിട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് ഒരു വിസിറ്റ് അല്ലെങ്കിൽ ഇങ്ങോട്ടോ സംസാരിച്ച് അല്ലെങ്കിൽ ദൂതനെ വിട്ടേക്കോ ഒക്കെ അവർക്ക് സംസാരിക്കാൻ പറ്റും. ഒന്ന് പരിഹരിച്ചുകൂടെ എന്ന് ചോദിക്കാൻ പറ്റും. അത് അദ്ദേഹം ചെയ്യുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഭരണതലത്തിൽ ഇരുന്നു കൊണ്ട് BJP സർക്കാരാണ്, നമ്മൾ ഇന്ത്യയുടെ ഇന്നത്തെ സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ളൊരു സ്വകാര്യ ബന്ധങ്ങൾ, ഊഷ്മള ബന്ധങ്ങൾ അവർ തമ്മിൽ ഇല്ലാത്തത് കൊണ്ടാകണം അങ്ങനെ വ്യക്തിപരമായിട്ട് ഇടപെടാൻ കഴിയാത്തത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അതിന് പറ്റിയ ഒരാൾ ഇറങ്ങണം. ഈ കാന്തപുരം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇടപെട് നടക്കുന്ന സമയത്ത് അത് നരേന്ദ്രമോദി അറിയാതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാജ്യാന്തര ഇടപാടുകളാണ്. ഇവിടെ നിന്ന് ഒരു സൂഫി സന്യാസി മുഖാന്തരം പോകുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തുകയാണ്, ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ തരണം കേട്ടോ എന്ന് AP അബൂബക്കർ ഉസ്താദ് അല്ലെങ്കിൽ അവിടെ കാന്തപുരം സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് അറിയാതെയോ പറയാതെയോ ആണ് ഈ ഇടപെടൽ നടത്തിയെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു മന്ദബുദ്ധി അല്ല കാന്തപുരം എന്ന് പറയുന്നത്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു അന്താരാഷ്ട്ര ഇടപെടലാണ്. ഭരണപരമായിട്ട് സർക്കാർ പരമായിട്ട് ഇടപെടാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അവിടെ ഒരു മുസ്ലിം വിഭാഗമായതുകൊണ്ട് ഇവിടുത്തെ ഒരു മുസ്ലിം പണ്ഡിതനെ കൊണ്ട് ബന്ധപ്പെടുത്തുക. ഒരുപക്ഷെ അവിടെ ഒരു ക്രിസ്ത്യൻ സമൂഹം, വത്തിക്കാനിലങ്ങനെ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യനെ കൊണ്ടായിരിക്കും അത് കൈകാര്യം ചെയ്യുക. അവിടെയാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ ഒരു മൊയിലിയാരെ കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല, ഒരു സന്യാസി കൊണ്ട് വെക്കാൻ പറ്റില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ നിലയിൽ ഒരു ഇടപാട് നടത്തി കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ മലയാളികൾ ഇവിടെ വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കിയത്. ആ വേണ്ടാത്ത പ്രശ്നമാണ് നിമിഷപ്രിയയ്ക്ക് രക്ഷയുടെ വാതിൽ അടച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് എൻ്റെ വാസ്തവം. കാരണം അവിടെ ജനങ്ങൾ മുഴുവൻ ഇളകി.
ഇവിടെ തലാലിൻ്റെ കൊലപാതകിയായിട്ടുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഏരിയ മുഴുവൻ ശ്രമിക്കുന്നു, ഒരു സംസ്ഥാനം മുഴുവൻ ശ്രമിക്കുന്നു. തങ്ങൾക്ക് അനുകൂലമായി, ഏത് യമനിലെ തലാലിൻ്റെ കുടുംബത്തിനും അവിടെയുള്ള യുവാക്കൾക്കും അനുകൂലമായ ഒരു വികാരം ആ കേരള നാട്ടിലും ഇന്ത്യയിലും ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരാളെ, നമ്മുടെ കൂടപ്പിറപ്പിനെ വെട്ടിനുറുക്കിയ ഒരാളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന തരത്തിൽ ഒരു സാമൂഹ്യ വികാരം അവിടെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവിച്ചതിൽ, നേരത്തെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ തണുപ്പിച്ച് അങ്ങനെയെങ്കിലും കൊണ്ടുവരാമെന്ന് കരുതിയിരുന്നതിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടൊരു വലിയ വികാരം അവിടെ ഇളക്കി വിട്ട് വലിയ പ്രക്ഷോഭങ്ങളുടെ തലത്തിലേക്ക് വരെ, ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് തലാലിൻ്റെ കുടുംബം വിട്ടാൽ വലിയ പ്രക്ഷോഭങ്ങളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള, പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നമ്മൾ മലയാളികളായിട്ട് ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പ്രദേശത്ത് കൂടുതൽ ശത്രുത വരുത്തി വെച്ചുകൊണ്ട് ഒരാളെ, അവിടുത്തെ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടിക്ക് ഇനി അവർ നിൽക്കുമെന്നുള്ളത്. നമ്മൾ മലയാളികൾ എന്ത് ചെയ്തു? മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. നാവടക്കിക്കൊണ്ട് തലാലിൻ്റെ സോഷ്യൽ മീഡിയ, അല്ലെ തലാലിൻ്റെ സഹോദരൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോയി തേടിപ്പോണ്ട ഒരു ആവശ്യമില്ല. അവിടെ വേണമെങ്കിൽ പോയി നോക്കാൻ, തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ. ആ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളൊരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. വകതിരിവില്ലാത്തവരാണ് മലയാളികൾ എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നമ്മൾ അവനവൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയം നടക്കുന്നു ചിന്തിക്കുക. ഇത് യമനിൽ നടക്കുന്ന സംഭവം വിട്ടേക്ക്, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ചിന്തിക്കുക. ഇതുപോലെ മറ്റൊരു സംഭവം നടക്കുന്നത് ചിന്തിക്കുക. മറ്റുള്ള കേട്ട അത്ര സുഖമില്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും ഇടപെടുത്താൻ അനുവദിക്കുമോ? നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടുമോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേൾക്കും? ഏതായിരിക്കും നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ മറ്റുള്ളവരെ അനുവദിക്കുമോ? അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അനുവദിക്കുമോ? ഇല്ല, ഞാൻ അനുവദിക്കാറില്ല. നമ്മൾ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കും, അതാണ് ചെയ്യാറ്. അതുപോലെ തന്നെ അവരും ഇവിടെ അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർക്ക് ഉപദേശം കൊടുക്കുക, അവരെ കുത്തിയിളക്കുക. ആ നാട്ടിലുള്ള യുവാക്കൾ വെറുതെ ഇരിക്കും. ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും കാണാനില്ല, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ തർജ്ജമ ചെയ്തും കൂടെ കൊടുക്കണം, അല്ലേ? തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു സംഭവ വികാസത്തെ തണുപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവൾ പശ്ചാത്തപിക്കുന്നുണ്ട്, അത്രത്തേക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് കരഞ്ഞ് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഏതായാലും ഇവിടെയുള്ള മലയാളികളായ ഒരു വിഭാഗം തന്നെ, അത് കാന്തപുരത്തോടുള്ള എതിർപ്പ് കൊണ്ടും ഇനി കാന്തപുരത്തിന് കിട്ടാതെ മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള അവരുടെ ഒരു എതിർപ്പ് കൊണ്ടും, ഇനി ഇതൊന്നും അല്ലാതെ വർഗീയമായിട്ടുള്ള മതപരമായിട്ടുള്ള എതിർപ്പ് കൊണ്ടും, വിഷം ചീറ്റുന്ന ചിലരുടെ അവരുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും, രക്ഷകരായി ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ചിലരുടെ പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് യമനിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു തരത്തിലും നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല എന്നാണ് അവിടെ നിന്ന് ഞാൻ അറിയുന്നത്. എനിക്കും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ഇതിൽ ഇടപെടാനോ കാര്യങ്ങൾക്കൊന്നും കഴിയില്ല. വിവരങ്ങൾക്ക് കുറച്ചൊക്കെ നമുക്ക് ഫേസ്ബുക്കിലൂടെയും അതുപോലെ ടെലഗ്രാമിലൂടെയും ഒക്കെ അറിയാമെന്നല്ലാതെ അവരുമായിട്ട് ഇടപെടാനുള്ള യാതൊരു സാഹചര്യമില്ല, ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനകൾ, നമ്മൾ അവരുടെ കാര്യത്തിൽ തലാലിൻ്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരൊറ്റ വീഡിയോയിലും ഞാൻ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയില്ല. കാരണം അവർക്ക് ആ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, ആ നഷ്ടത്തെ അവർ ക്ഷമിച്ചുകൊണ്ട് ഇവർക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യമാണ്. അതിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമത്തെ മലയാളികൾ തന്നെ പരാജയപ്പെടുത്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ നാട്ടിൽ വലിയ കലാപം പോലെ, അതായത് ഇവിടെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഭരണകൂടം, അതായത് അത് വിമത ഭരണകൂടമാണോ ഏത് ഭരണകൂടമാണോ അതൊന്നുമല്ല, ഇനി അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും. യമനിൽ നിന്ന് ജീവനോടെ നിമിഷപ്രിയയ്ക്ക് ഇനിയൊരു മടക്കമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം, അതിനുള്ള സാധ്യത ഇല്ല. ഇനി അഥവാ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ മലയാളികളായിട്ട് തന്നെ തല്ലിക്കെടുത്തിക്കൊള്ളും. Different angles. Don't forget to subscribe and support this channel.